ഹലോ, ട്രാവൽ ആൻഡ് ഫുഡ് സ്റ്റോറിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മൈക്രോഗ്രീൻ എന്നൊരു എപ്പിസോഡ് നിങ്ങളെല്ലാവരും വളരെയധികം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിൽ വന്നേക്കുന്ന മെസ്സേജസുകളും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് ഒത്തിരി റെസിപ്പീസും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരണം അല്ലേ? അതെ, അത് കണ്ട കുറെ പേര് കമന്റ് ചെയ്ത് ചോദിക്കുകയോ മെസ്സേജ് അയച്ച് ചോദിക്കുകയൊക്കെ ചെയ്ത് റെസിപ്പി കാണിച്ചു തരാമോ എന്ന്. അപ്പം അതിലെന്താ ഇത്രമാത്രം കാര്യം ആദ്യം വിചാരിച്ചായിരുന്നു. പക്ഷെ കുറെ പേര് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു അതിൽ വെച്ചിട്ട് ഒരു റെസിപ്പി ചെയ്യാന്ന്. അപ്പൊ ഒരു 4 റെസിപ്പിയാ ഇന്നത്തെ വ്ലോഗില് കാണിക്കാൻ പോണത്. ഒത്തിരി ചെയ്യാട്ടോ. അപ്പൊ ഇതിലൊരു 4 ബേസിക് ആയിട്ടുള്ളത് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പൊ 4 കുക്കിംഗ് എങ്ങനെയാണ് നമ്മുടെ മൈക്രോ ഗ്രീൻസ് വെച്ച് ചെയ്യണേ, എന്തൊക്കെ വെച്ചിട്ടാ ചെയ്യണേ എന്നുള്ളത് വാട്സപ്പ്. അപ്പൊ അവളവിടെ കുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തൊരു രസമായിട്ടുള്ള ഒരു പരിപാടിയാണല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്കറികൾ മുഴുവൻ ഇവിടെ നമ്മളിങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് നമ്മളിങ്ങനെ കറികൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയാ, എത്ര അത് ഹെൽത്തിയാണ് പറഞ്ഞത് തന്നെ. അതുപോലെ തന്നെ ഇത് എന്തൊക്കെയാണെന്നുള്ളതിനൊരു കാര്യമുണ്ട്. ഇതെന്നത് ഇത് ചെറുപയർ മുളപ്പിച്ചത്, ചെറുപയർ മുളപ്പിച്ചത്, ഇത് കടല മുളപ്പിച്ചത്, കടലയാട്ടോ, ഇത് കടല. ഇത് ചുമന്ന വൻപയർ മുളപ്പിച്ചത്, എന്താ വൻപയർ. ഇത് ഗ്രീൻ പീസ് മുളപ്പിച്ചത്. ഗ്രീൻ പീസ് കണ്ടോ, ഗ്രീൻ പീസ് കണ്ടോ നിങ്ങള്. ഇത് കട്ട് ചെയ്യാറായിട്ടില്ല. ഇത് ഞാൻ ഇത്തിരി വൈകിട്ടോണ്ട് കട്ട് ചെയ്യാൻ ഞാൻ കാണിക്കാൻ വേണ്ടി വെച്ചാ. ഇത് ചെറുപയർ തന്നെയാ. ഇത് ടിഷ്യൂല് ചെയ്തുകൊണ്ട് വെച്ചെന്നുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തു 2 ദിവസം മുമ്പ്. പക്ഷെ അതിന്റെ അടിയിൽ മുളയ്ക്കാത്തത് പിന്നെ മുളച്ചു. ഇത് ചെറുപയർ തന്നെ. ചെറുപയർ. ഓക്കെ. അതൊക്കെയാണ് കടല ഉണ്ടല്ലോ. കടലയും എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഇഷ്ടം. കാണാനിഷ്ടം. കാണാൻ കണ്ട നല്ല രസമല്ലേ എനിക്ക്. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോണത് പരിപ്പ്. കുറെ പേര് ചോദിച്ചു പരിപ്പ് കറിയിൽ എന്തൊക്കെ മൈക്രോഗ്രീൻസ് ഇടാന്ന്. എല്ലാ മൈക്രോഗ്രീൻസും ഇടാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാനിവിടെ ചെറുപയറും എന്താ കണ്ട പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ പരിപ്പിലോട്ട് ഞാൻ ഇടാൻ പോണത് വേറെ ഒന്നുമല്ല, നമ്മുടെ ചെറുപയറിന്റെ മൈക്രോഗ്രീനാണ് ഇടാൻ പോണത്. അപ്പം അത് നന്നായിട്ട് ചൂടായി. ഇപ്പൊ കരിയോ ഇല്ലെങ്കിൽ ഞാൻ എണ്ണ ഒഴിക്കട്ടെ. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ ഇന്ന്. അതെ, എണ്ണ ഒഴിച്ചു. ചൂടായി, നല്ല ചൂടായി. ഈ പരിപ്പിന് ഞാൻ ഇത്തിരി അധികം കടുക് ഇടും. ചൂടായിട്ടോ, നല്ല ചൂടായി. കടുക് പൊട്ടി. ഇനി ഇതില് ഞാൻ വെളുത്തുള്ളി 2 കഷ്ണാക്കിയത് അതും ഇട്ടു. പിന്നെ പച്ചമുളക് അരിഞ്ഞത് 2-3 എണ്ണം. നല്ല മണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മള് ഇത്തിരി സിമ്മിലിടാം അല്ലെ. ഇത്തിരി മഞ്ഞളിട്ട് കൊടുക്കുക. മഞ്ഞളിട്ട് നന്നായിട്ട് വേണം. മഞ്ഞളിട്ട് ഇട്ട ഉടനെ തന്നെ നമ്മള് വേവിച്ച് വെച്ചേക്കണ പരിപ്പ് ഒന്ന് ഇട്ട് കൊടുത്ത് ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുവെള്ളം. ഇനി നമ്മള് ഒരു കാര്യം മറന്നില്ലേ, ഉപ്പിടാൻ മറന്നു. ഒരു സ്വല്പം ഉപ്പ്. നമ്മൾ വേവിച്ചപ്പോ ഇത്തിരി ഉപ്പിട്ടു, പക്ഷെ എന്നാലും കുറച്ചും കൂടെ വെള്ളം വന്നില്ലേ, കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തു. അതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മൈക്രോഗ്രീൻസ് ഇടുന്നത്. അതവിടെ വെന്തോണ്ടിരിക്കുവാണ്. വെന്തതാണ്, പക്ഷെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിട്ട് വെച്ചേക്കുക. അപ്പൊ നമ്മള് ചെറുപയറിന്റെ മൈക്രോഗ്രീൻസ് ആണ് ആ ദാലിൽ ഇടാൻ പോണത്, പരിപ്പില്. എന്ത് വേണമെങ്കിലും ഇടാട്ടോ. അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ മൈക്രോഗ്രീൻസ് ഇടാന്ന്. എല്ലാം ഇടാം, എല്ലാ മൈക്രോഗ്രീൻസും അതിലിടാം. ഞാൻ ഇന്ന് ചെറുപയർ ഇടാൻ പോണത്. അപ്പൊ ചെറുപയർ ഞാൻ എന്താ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിച്ചെടുത്തു. ഞാൻ വേരിന്റെ ഭാഗം എടുക്കാത്തതുകൊണ്ട് കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ അഴുക്കിലൊന്നും വെച്ച സാധനം അല്ലല്ലോ. എന്നിട്ട് ഞാനത് ഇങ്ങനെ പിടിച്ചിട്ട്, നിങ്ങൾക്ക് എന്താ എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിയണമെങ്കിൽ ചെയ്യാം, കത്രിക വെച്ചിട്ട് അരിയണമെങ്കിൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് തൊടുമ്പോൾ തന്നെ അങ്ങ് അരിഞ്ഞു വരും. അത് കാരണം അരിയാൻ ഒരു പാടുമില്ല. കത്രിക വെച്ചിട്ട് ഈസി ആയിട്ട് അരിയാം നമുക്ക്. ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ. അതെ, അതൊന്നങ്ങ് തിളച്ചാൽ മതി.
നമ്മുടെ മൈക്രോഗ്രീൻസിന്റെ അതിലുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി തിളച്ച് കുക്കായി കഴിഞ്ഞാൽ പോകുന്നാണല്ലോ പറയണത്. ഒത്തിരി ഇതാക്കണ്ട, കുക്ക് ചെയ്ത് അതിന്റെ പോഷക ഗുണങ്ങൾ നശിപ്പിക്കണ്ട. അപ്പോ കഴിഞ്ഞു, പരിപ്പ് കറി കഴിഞ്ഞു. കണ്ടില്ല എന്തെളുപ്പോ. ഞാൻ ഓഫ് ചെയ്യാൻ പോവാ പരിപ്പ് കറി. അപ്പൊ അത് ഓഫായി. നിങ്ങൾക്കായി ഇതാ പരിപ്പ് കറി റെഡി. 2 minutes. പരിപ്പ് കറി, മൈക്രോഗ്രീൻസ് ഇൻ പരിപ്പ് കറി. അപ്പൊ അത് റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഏത് രീതിയിലുള്ള സാധനങ്ങളും ഇതിലിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാ മൈക്രോഗ്രീൻസും ചെയ്യാം. അതിന്റെ വേറെ വേറെ ഫ്ലേവർ കിട്ടുമെന്നുള്ളൂ. ഇപ്പൊ ചെറുപയറിന്റെ മൈക്രോഗ്രീനിന് ഒരു ടേസ്റ്റ് ആണെങ്കിൽ കടലയ്ക്ക് ഒരു ടേസ്റ്റ്. അപ്പൊ വേറെ വേറെ ഫ്ലേവറുകൾ കിട്ടും, അത്രേ ഉള്ളൂ. എല്ലാം ഒരേ രീതി തന്നെയാ കേട്ടോ. ഇതില് ഞാൻ എന്റെ രീതിയിലെ പരിപ്പ് കറി ചെയ്തേക്കണേ, വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപ്പ് കറി. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഇനി മുട്ട പൊരിക്കാൻ പോവാം. മൈക്രോഗ്രീൻസ് ഇട്ടിട്ട് മുട്ട പൊരിക്കാൻ പോവാം. അപ്പൊ അപ്പൊ നമ്മള് ഈ സാധനങ്ങളൊക്കെ വെച്ചു ചൂടാക്കി. 2 മുട്ട ഞാൻ ഇതിൽ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. അത് നമ്മള് കുറച്ച് സവാള, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്. മുട്ടയ്ക്ക് ഇത്തിരി നല്ല പച്ചമുളക് ഇരുന്നോട്ടെ. പച്ചമുളക്, കറിവേപ്പില, സവാള. അല്ല, അത് മാത്രല്ല, ഉപ്പ്, ഇത്തിരി മഞ്ഞപ്പൊടി ഒരു കളറിന്. പിന്നെ വേണ്ടത് മൈക്രോഗ്രീൻ. അപ്പൊ ഞാൻ കുറച്ച് കടലയുടെ മൈക്രോഗ്രീൻ കട്ട് ചെയ്തെടുത്തു. കുറച്ച് ചെറുപയറിന്റെ കട്ട് ചെയ്തെടുത്തു. രണ്ടും മാത്രമേ ഉള്ളൂ. ഇനി വേണം വൻപയറിന്റെ കൂടെ എടുക്കാം നമുക്ക്. ഇത്തിരി വൻപയറിന്റെ എടുത്തു. മൈക്രോഗ്രീൻ ചെറുതായിട്ട് അരിയണേ. ഈ മിക്സഡ് മൈക്രോഗ്രീൻ മുട്ട ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത്തിരി ചെറുതായിട്ട് അരിയാനാണ് പ്രിഫർ ചെയ്യണത്, തീരെ പൊടിയാക്കി. ഈ മുട്ട ഇങ്ങനെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് അതിന്റെ മേലിലേക്ക് മൈക്രോഗ്രീൻ ഇട്ടാ ഇങ്ങനെ ഉണ്ടാവും. അതും ഓക്കെയാ, അങ്ങനെയാണെങ്കിലും ഓക്കെയാണ്. എങ്ങനെ വേണമെങ്കിലും ഇതൊന്നും വഴറ്റണമെങ്കിൽ വഴറ്റാം. ഇത് നല്ലത്. എല്ലാത്തിനും ഓരോ ടേസ്റ്റാ. ഓരോ രീതിയിൽ ചെയ്യണതിനും ഓരോ ടേസ്റ്റ് ആണല്ലോ. വഴറ്റുമ്പോ വേറെ ടേസ്റ്റ്, ഇങ്ങനെ വെറുതെ ഇടുന്നതിന് വേറെ ടേസ്റ്റ്, ചാച്ചൻ പറഞ്ഞ പോലെ ഇടുന്നതിനും വേറെ ടേസ്റ്റ് വരും. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നത് മുട്ടയില് ആക്ച്വലി കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മുട്ടയിൽ മൈക്രോഗ്രീൻസ് അടിച്ചിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഒരു വേറൊരു ടേസ്റ്റാ. ഓക്കെ. അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ്. ഇനി ബാക്കിയുള്ളത് മുട്ട ഇട്ടാ മതി അല്ലേ? ഇനി ബാക്കി മുട്ട ഇട്ടാ മതി. അപ്പം ഞാൻ മുട്ട ഒഴിക്കട്ടെ? Alright. Okay. Wow. This is my favorite. അപ്പൊ നമ്മളിത് മറിച്ചിടാൻ പോവുകയാണ്. മറിച്ചിടാൻ ഒന്ന് ജസ്റ്റ് മറിച്ചാ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് അത് മാറ്റാം. കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മുട്ട കഴിഞ്ഞു. അപ്പൊ മുട്ട സെറ്റപ്പായി. മുട്ട കണ്ട സൂപ്പർ. അപ്പൊ പരിപ്പും മുട്ടയും ഒക്കെ കഴിഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളതാണ് കടല മൈക്രോഗ്രീൻസ് ഇട്ട് കടല മൈക്രോഗ്രീൻസ് ഇട്ട് വളർത്താൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കാരണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇത്ര പേര് നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കണം. അവർക്ക് ഇനിയുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബെല്ലൈക്കൺ അമർത്തണ്ടേ. അപ്പൊ നമുക്ക് കടലയിലോട്ട് കിടക്കാം. ഞാനൊരു ബീഫും മൈക്രോഗ്രീനും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചേക്കണ കാരണം അത് ഒരിക്കലും മ്യൂസിക്കിൽ കേട്ടിക്കോളൂ, ലൈവായിട്ടല്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ വെജിറ്റബിൾസിൽ മാത്രമല്ല നോൺ വെജിലും ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത്. ചിക്കനും ബീഫിലൊക്കെ ഇടാം. അതെ, സെറ്റപ്പാണ്. അപ്പൊ ഞാൻ എണ്ണ ഒഴിച്ചു. അതിങ്ങോട്ട് ടേബിൾ കരിഞ്ഞിരിക്കണോണ്ട് എണ്ണ ഫുള്ള് ഒരു സൈഡിലോട്ടാ പോണത്. സ്ലോപ്പായിട്ടിരിക്കുക, അതുകൊണ്ടാ. ഓക്കെ, എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു ഇച്ചിരി കടുക് ഇട്ടു.
അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, കറിവേപ്പില അതെല്ലാം കൂടെ അതിനകത്തേക്ക് തട്ടി. അപ്പൊ ഇതൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതിനെന്താ പറയണേ, ക്രഷ്ഡ് ചില്ലി അതെല്ലാം കൂടെ ഇട്ട് ജസ്റ്റ് മൂപ്പിക്കാം. അപ്പൊ ആ പച്ചമണം ഒന്ന് മാറി നല്ല സൂപ്പർ വേണം. ഞാൻ ഇപ്പം ശ്വസിച്ചോണ്ടിരിക്കുക, പക്ഷെ ഞാൻ ചുമക്കാനുള്ള സാധ്യതയുണ്ട്. കടലിട്ടു. എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി ജസ്റ്റ് ചെറിയ വെള്ളം ഇത്തിരി ഒഴിക്കുക. അവിടെ കിടന്നൊന്ന് അതെല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇങ്ങോട്ടിടാം. അവിടെ കിടന്ന് പിടിക്കട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ മൈക്രോഗ്രീൻ കട്ട് ചെയ്തെടുത്താലോ? കടലയും കടൽച്ചെടിയും കൂടെ ഉള്ള കറിയാണ്. അപ്പോൾ അത് നമ്മളങ്ങനെ ചെറുതായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തങ്ങ് ഇട്ടു. ഇതിന്റെ അളവ്, ഈ മൈക്രോഗ്രീൻ ഇടുന്നതിന്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിടുമ്പോൾ കുറച്ചും കൂടെ നിറച്ചിടാറുണ്ട്. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഗ്രീൻ പീസിന്റെ കൂടെ പോവും, വൻപയറിന്റെ കൂടെ ചെയ്യാം, എല്ലാത്തിൻ്റെയും കൂടെ ഇടാം കേട്ടോ. ബേസിക്കലി പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടെ ഇത് ഇടാം. ഞാൻ റെസിപ്പി കാണിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾ എന്ത് ഫുഡാണ് ചെയ്യണേ അതിൽ ഒന്നിട്ടങ്ങ് വഴറ്റുക. അവസാനം മറന്നുപോയി ഉപ്പിടാൻ. കടലയ്ക്ക് ഉപ്പുണ്ട്, അത് തന്നെ കുറച്ച് ഉപ്പ് ഇടണുള്ളൂ. വേവിച്ച കടലയാണ്. വേവിച്ച കടലയുടെ അതൊന്നും പറയാൻ മറന്നുപോയില്ല. വേവിച്ച് വെച്ച കടലയായിരുന്നു, പച്ചക്കടലയല്ല കേട്ടോ. അപ്പൊ അതൊന്ന് നമ്മളൊരു 2-3 മിനിറ്റ് കടലയുടെ ഒപ്പം ഇട്ടിട്ട് 2-3 മിനിറ്റ് വഴറ്റണം. വഴറ്റിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം. ദാറ്റ്സ് ഓൾ. വേറെ അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ബീഫ്, മഞ്ഞള്, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ചേർത്ത് ഒരു ദിവസം വെച്ചതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഞാനിപ്പോൾ അത് ഒന്ന് കുക്കറിലിട്ട് ഒരു 6 വിസിൽ കേൾപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ മൈക്രോഗ്രീൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അത് ഉണ്ടാക്കണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മൈക്രോഗ്രീൻസ് ഉപയോഗിച്ചിട്ടുള്ള സദ്യ റെഡിയായി. സദ്യ യെസ്, ഇതാണ് സദ്യ. ബീഫ് കണ്ടോ? ബീഫ് ബീഫ് എങ്ങനെയുണ്ട് അച്ഛാ? ബീഫ് നോക്കട്ടെ കേട്ടോ. സൂപ്പർ. ഓരോ മൈക്രോഗ്രീനും ഓരോ ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി കടലയുടെ മൈക്രോഗ്രീനാണ് ഭയങ്കരമായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ മുട്ട ഓക്കെ. അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റിയാണ്. ഓരോ ഇലക്കറികൾക്കും അതിൻ്റെതായ ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടോ നമ്മളിങ്ങനെ ഉണ്ടാക്കും. ഓരോന്നും ഡിഫറെൻ്റാണ്. എനിക്ക് കടലയുടെ ഇലക്കറിയാണ് കൂടുതൽ ഇഷ്ടം, എനിക്കിഷ്ടം പേഴ്സണലി. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി കാണിക്കാന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കമന്റ്സും ഫീഡ്ബാക്സും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഞങ്ങളോട് പറയുക എന്തൊക്കെയാന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഈ പറഞ്ഞ പോലെ തന്നെ കറികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. അതാണ് മെയിൻ തിങ്. നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേരുടെ അടുത്ത് ഞങ്ങളെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോ നെക്സ്റ്റ് വീക്ക് കാണുന്നവരെ ബൈ.